റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല കൊടിമരക്കൊള്ള കേസിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ മൊഴിയെടുത്തിരിക്കുന്നു വിജിലൻസ്. ഷാജി കൈലാസിന്റെയും രഞ്ജി പണിക്കരുടെയും സുരേഷ് കുമാറിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്ന് ഇവർ സ്ഥിരീകരിച്ചു. നൽകിയ സ്വർണത്തിന്റെ കണക്കും അറിയിച്ചതായാണ് സൂചന. പക്ഷേ ആ കണക്കുകൾ നിലവിൽ മഹസറിലില്ല. മൊഴി നൽകാൻ തയ്യാറെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചു. കൂടുതൽ താരങ്ങളുടെ മൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തിയേക്കും. ഹരിമോഹൻ, സ്വർണ്ണ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് കുരുക്കാവുന്ന മൊഴികളല്ലേ ഇപ്പോൾ താരങ്ങൾ നൽകിയിരിക്കുന്നത്. കാരണം അന്ന് എത്ര പേർ സ്വർണം കൊടുത്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം അന്നത്തെ രജിസ്റ്ററിലോ മഹസറിലോ കാണുന്നില്ല. 2 മഹസറുകളിലായി ആകെയുള്ളത് 412 ഗ്രാം സ്വർണം 27 ഭക്തന്മാർ, സുരേഷ് ഗോപി അടക്കം 27 ഭക്തന്മാർ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ താരങ്ങളെല്ലാം സ്വർണ്ണ നാണയങ്ങളാണ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണക്കുകൾ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ അറിയിച്ചിരുന്ന വിവരം രേഖപ്പെടുത്താതെ പോയത് ഗുരുതരമായ വീഴ്ചയല്ലേ? ഈ മൊഴിയെടുക്കുന്ന മുഴുവൻ ആളുകളും നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ 412 ഗ്രാമിനേക്കാൾ സ്വർണം അധികമുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിനും അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറായി അഭിഭാഷക കമ്മീഷനായിരുന്ന SP കുറുപ്പിനും കുരുക്കായി മാറുകയില്ലേ? ഹരി, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും SP കുറുപ്പിനും ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡിനും വലിയ രീതിയിലുള്ള കുരുക്കായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇവർ പറയുന്ന സ്വർണത്തിന്റെ കണക്ക് എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കാര്യം ഉറപ്പിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് 27 പേർ ആണോ അതെയോ അതിൽ കൂടുതൽ ആളുകൾ സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. നിലവിൽ രേഖകൾ പ്രകാരം 27 പേർ എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ 27 പേരുടേത് എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ, അതായത് ഓർഡർ അനുസരിച്ച് ഡേറ്റിനോട് ചേർത്ത് അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള ഒരു ഏകദേശ ഊഹം അനുസരിച്ചാണ് വിജിലൻസ് പറയുന്നത് 27 പേർ ഈ സ്വർണം സംഭാവന ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ സ്വർണം സംഭാവന ചെയ്തതായി ദൃശ്യങ്ങളടക്കം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളടക്കം സ്ഥിരീകരിച്ചുകൊണ്ട് വിജിലൻസ് അതിൽ കണ്ട ആളുകളുടെയൊക്കെയാണ് മൊഴി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് ഷാജി കൈലാസ് ആണ്. ഷാജി കൈലാസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. രഞ്ജി പണിക്കർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. അതായത് തങ്ങൾ അവിടെ ചെന്ന് ഈ സ്വർണ്ണ നാണയത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ നാണയങ്ങളുടെ രൂപത്തിൽ സ്വർണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ 27 പേരിൽ സിനിമാ മേഖലയിൽ നിന്നല്ലാത്ത ചില ആളുകളുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും പക്ഷേ എത്ര സ്വർണ്ണമാണ് കൊടുത്തത് എന്നുള്ളതിന്റെ കണക്കില്ല. മാത്രമല്ല പലരുടെയും കൈകളിൽ രസീതില്ല. അതായത് ഈ സ്വർണം വാങ്ങുമ്പോൾ അന്ന് അവിടെ നിന്ന് ദേവസ്വം ബോർഡ് നൽകേണ്ടിയിരുന്ന ഒരു രസീതുണ്ട്, 3A ഫോം രസീത്. ആ രസീത് ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി വിജിലൻസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 3 പേരെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഷാജി കൈലാസിനെയും രഞ്ജി പണിക്കറിനെയും സുരേഷ് കുമാറിനെ നേരിൽ കണ്ടാണ് വിജിലൻസ് മൊഴിയെടുത്തത്. സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മോഹൻലാലുമായും ബന്ധപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. ഞായറാഴ്ചക്കുള്ളിൽ തന്നെ ഈ 2 പ്രധാനപ്പെട്ട ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായി എത്രയാണ് സ്വർണത്തിന്റെ കണക്ക് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. അതുകൊണ്ട് ഞായറാഴ്ചക്കുള്ളിൽ തന്നെ പരമാവധി മൊഴിയെടുപ്പ് വിജിലൻസ് പൂർത്തീകരിക്കും. അരുൺ. ഓക്കെ, ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഹരി. കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ ഇപ്പോൾ